നമസ്കാരം പ്രിയമുള്ളവരെ. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഓർമ്മിക്കുക പി സരിൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന, കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ LDF സ്വതന്ത്രനായി മത്സരിച്ച് 3-ാം സ്ഥാനത്തെത്തപ്പെട്ട പി സരിൻ്റെ പേരാണ് നമ്മൾ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ ആദ്യം ഓർക്കുക എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പക്വമായി കുറച്ചുകൂടി ക്ഷമയോടുകൂടി കോൺഗ്രസിൽ നിന്നിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ അദ്ദേഹം MLA ആകുമായിരുന്നു എന്നതാണ്. കാരണം അദ്ദേഹം 2021 കേരള നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇപ്രാവശ്യം മത്സരിച്ചത് പി ശശി എന്ന് പറയുന്ന മുൻ LDF നേതാവാണ്. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചത്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൽ ചിലത് ലൈംഗിക അപവാദങ്ങളായിരുന്നു. എന്നിട്ടും കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. പക്ഷേ അവിടുത്തെ ഒരു ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ 2021 പി സരിൻ വെറും 15,000 വോട്ടിനാണ് പരാജയപ്പെട്ടതെങ്കിൽ ഇപ്പോൾ LDFിൻ്റെ ഒരു വിഭാഗം ആളുകളുടെ വോട്ടുകൾ കൂടി പ്രതീക്ഷിച്ചിട്ടാണ് ശശി അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് പോലും ശശി അവിടെ 25,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് പി സരിൻ കുറച്ചുകൂടി ക്ഷമയോടുകൂടി കോൺഗ്രസിലുണ്ടായിരുന്നുവെങ്കിൽ ഈ വലിയ തരംഗത്തിൽ പി സരിന് MLA ആകാമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ പി സരിനെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടി വിട്ടിട്ടും ഒട്ടും പക്വമല്ലാത്ത രീതിയിൽ, അപക്വമായ രീതിയിലെ വിമർശനങ്ങളാണ് നടത്തിയത്. മിക്കപ്പോഴും 2026 കേരള നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ടിനെ പറ്റി ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ പുച്ഛം കലർന്ന സ്വരത്തിലാണ് പറയുന്നത്. LDFന് ഇപ്പോൾ തന്നെ 99 സീറ്റുണ്ട്, ഇനി 30ഓളം സീറ്റുകൾ വേണം UDFന് അധികാരം പിടിക്കാൻ. അതെങ്ങനെ പിടിക്കാനാണെന്നൊക്കെ വളരെ പുച്ഛം കലർന്ന ഒരു രാഷ്ട്രീയ മര്യാദയില്ലാതെ അപക്വമായ രീതിയിലുള്ള ഒരു വിശകലനങ്ങളും മറ്റുമാണ് അദ്ദേഹം നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കൂടിയായിരിക്കാം അദ്ദേഹത്തെ CPM പരിഗണിക്കാത്തത് എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങൾ കൂടി വരുന്നു. രാഷ്ട്രീയപരമായ അപക്വത ചില ഓൺലൈൻ മാധ്യമങ്ങളിലും ചില മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്നത് അദ്ദേഹത്തിന് ഉറച്ച ഒരു സീറ്റ് കൊടുക്കുവാൻ LDF തീരുമാനിച്ചിരുന്നതാണ്. ഒറ്റപ്പാലത്തോ ഷൊർണൂരോ ഒക്കെ പാലക്കാട് ജില്ലക്കാരനായ അദ്ദേഹത്തിന് വിജയിക്കുവാൻ പറ്റുന്ന ഉറച്ച ഒരു സീറ്റ് LDF കൊടുക്കുവാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ പിണറായി വിജയൻ്റെ വ്യക്തമായ നിർദ്ദേശം പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കുണ്ടായിരുന്നു. പി സരിന് സീറ്റ് കൊടുക്കണ്ട എന്ന രീതിയിൽ അവസാനം ഇലക്ഷൻ കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴുള്ള ചില മാധ്യമ റിപ്പോർട്ടുകളും മാധ്യമപ്രവർത്തകരുടെ അവലോകനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സരിൻ്റെ അപക്വമായ പെരുമാറ്റങ്ങളാണ്. ഏകദേശം വിരളി പിടിച്ചതുപോലെയാണ് അദ്ദേഹം മാധ്യമ ചർച്ചകളിലും ഒപ്പം ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുക്കുന്ന അഭിമുഖങ്ങളിലുമൊക്കെ സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ മിക്ക വിലയിരുത്തലുകളും പ്രസംഗങ്ങളും എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് തകരുന്നതിന് കാരണമായി എന്ന വിലയിരുത്തൽ തന്നെയുണ്ട്. പ്രത്യേകിച്ചും 2025 പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത്. പ്രത്യേകിച്ചും VK ശ്രീകണ്ഠനൊക്കെ പി സരിനെ അനുകൂലിച്ചിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ അത് ഷാഫി പറമ്പിൽ ആണ് പാലക്കാട് MLA ആയിരുന്നത്. അദ്ദേഹം വടകര വടകര ലോക്സഭയിലേക്ക് പോയ ഒഴിവിലാണ് ആ സീറ്റിൽ ഇലക്ഷൻ നടക്കുക എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് ഏറ്റവും മുൻഗണനയിൽ പരിഗണിക്കപ്പെടുക എന്നതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ അവിടെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകി പരിഗണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരായിരുന്നു. അത് സ്വാഭാവികമാണ് കോൺഗ്രസ് സംബന്ധിച്ച്. കാരണം സ്ഥാനമൊഴിയുന്ന MP അല്ലെങ്കിൽ MLA അയാളുടെ ഒരു അഭിപ്രായത്തിന് മുൻഗണന ബൈ ഇലക്ഷന് കൊടുക്കുന്ന ഒരു ഏർപ്പാട് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തത്. ഒരുപക്ഷെ വളരെ ക്ഷമയോടുകൂടി പി സരിൻ അന്ന് കോൺഗ്രസിനൊപ്പം നിന്നിരുന്നുവെങ്കിൽ പാലക്കാട് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി സരിൻ്റെ പേരായിരിക്കും പരിഗണിക്കപ്പെടുക. ഒരിക്കലും രമേശ് പിഷാരടിയുടെ പേര് അവിടെ പരിഗണിക്കപ്പെടുന്നതിന് തന്നെ സാധ്യതയില്ല. പക്ഷേ വളരെ അപക്വമായ രാഷ്ട്രീയ നിലപാടുകൾ പി സരിൻ എടുത്തു എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ പോലെ IAS അല്ല, അദ്ദേഹത്തിന് IAS ആണ്.
അദ്ദേഹത്തെ പോലെ ഉന്നതമായ ആ, പഠന നിലവാരമുള്ള ആളുകൾക്കൊക്കെ കോൺഗ്രസിൽ പരിഗണിക്കപ്പെടുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവാം. ശശി തരൂരും അതുപോലെയുള്ള ആളുകളുമൊക്കെ. അതുപോലെ ആ ഗ്രാഫിലേക്ക് പെട്ടെന്ന് ഉയരുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അത് അദ്ദേഹത്തിനെ അബദ്ധത്തിൽ കൊണ്ടെത്തിച്ചു എന്നു തന്നെയാണ് എനിക്ക് വിലയിരുത്താനുള്ളത്. ക്ഷമയോടുകൂടി നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ കോൺഗ്രസിൽ വലിയ ഭാവി ഉണ്ടായിരുന്നു. ഇനി ഒരുപക്ഷെ LDFിൽ അദ്ദേഹം എത്രത്തോളം പരിഗണിക്കപ്പെടും എന്ന രീതിയിൽ സംശയമുണ്ട്. പിണറായിയുടെ നിർദ്ദേശം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഇലക്ഷനിൽ മത്സരിപ്പിക്കേണ്ട എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാര രീതികൾക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയായിട്ട് തന്നെ നമുക്കത് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇതുപോലെ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു പേരാണ് പത്മജ വേണുഗോപാലിൻ്റെത്. കാരണം 2 പ്രാവശ്യം തൃശ്ശൂരിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തു, പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നാൽ ഇനി സീറ്റ് കിട്ടില്ല എന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം അവർ BJPയിലെത്തിയത്. പക്ഷേ തൃശ്ശൂർ ഒരിക്കൽ കൂടി മത്സരിച്ച് അവർ വളരെ പരിതാപകരമായ 3ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കോൺഗ്രസ് 3ഓ 4ഓ പ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുത്തു. മുകുന്ദപുരം പോലെ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലത്തിൽ സീറ്റ് കൊടുത്തിട്ട് പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ BJPയുടെ ബാനറിൽ നിന്നും പത്മജ വേണുഗോപാൽ പരാജയപ്പെടുകയാണ്. ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിയമസഭയിൽ അവർ തൃശ്ശൂരിൽ 2 പ്രാവശ്യം പരാജയപ്പെട്ടതുകൊണ്ട് നിയമസഭയിൽ പരിഗണിക്കപ്പെട്ടില്ല എങ്കിലും ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന പക്ഷം അവർക്ക് ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ഒരു പദവി സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ കിട്ടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും കോൺഗ്രസുമായിട്ടുള്ള ആത്മബന്ധം അത്രത്തോളമാണ്. മുരളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പക്വതയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയായിട്ട് നമുക്കിതിനെ വിലയിരുത്താം. കാരണം പാർട്ടി പറഞ്ഞ സ്ഥലത്തൊക്കെ അദ്ദേഹം പോയി മത്സരിച്ചു. നേമത്ത് അദ്ദേഹം മത്സരിച്ചു, അവിടെ പരാജയപ്പെട്ട് 3ാം സ്ഥാനത്തെത്തിയെങ്കിലും BJPയുടെ അക്കൗണ്ട് പൊട്ടിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ വളരെ പക്വമായി അദ്ദേഹം ആ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ ഉറച്ചു നിന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ വിജയിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെയും വളരെ പക്വമായ നിലപാടെടുക്കുന്ന പക്ഷം അവർക്ക് തിരിച്ചു വരുവാൻ കഴിയുന്നുണ്ട്. വളരെ അപക്വമായ പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ രാഷ്ട്രീയ ഭാവിയെ നശിപ്പിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി P. സരനെ നമുക്ക് എടുത്തു കാട്ടാം. ഒപ്പം നമുക്ക് പത്മജ വേണുഗോപാലിനെ എടുത്തു കാട്ടാം എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ഈ അപക്വമായ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ രാഷ്ട്രീയ ഭാവി തുലച്ചു കളഞ്ഞ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ ദയവായി അവരുടെ പേര് കമൻറ്റ് ചെയ്യുക. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് P. സരൻ്റെ പേര് വളരെ വേഗം അപ്രതീക്ഷിതമാകുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. P. സരനെ സംബന്ധിച്ച് സൈബർ ഇടങ്ങളിൽ അദ്ദേഹം ഒരു അറ്റാക്കിംഗ് പവർ ഈ കോൺഗ്രസിന് കൊടുത്ത ആളാണെന്ന് പറയാം. കാരണം കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളൊക്കെ ഒരു മിതത്വം പാലിച്ചിരുന്ന ഇടങ്ങളായിരുന്നു, എതിരാളികളെ ഒന്നും ആക്രമിക്കാതെ. പക്ഷേ P. സരനാണ് ഈ പിണറായി വിജയനെക്കുറിച്ച് കുറച്ചുകൂടി ദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഓഫീസ് വാണിഭം നടത്തുന്നു എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ സരൻ തന്നെ പിന്നെ ആ പിണറായി വിജയൻ്റെ ഒരു സ്തുതിപാഠകനായി മാറുകയും ചെയ്തതൊക്കെ ഒരുപക്ഷെ അത് വല്ലാത്ത വിരോധാഭാസമായി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം P. സരനെ ജനങ്ങൾ അംഗീകരിക്കാൻ മടിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ അങ്ങനെയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.